ഋത്വിക നാളെ കഴിഞ്ഞ കല്യാണമാണ്, ഇന്ന് ഹൽദി ചടങ്ങുകളൊക്കെ ചെറിയൊരു പരിപാടി ഇന്ന് എൻ്റെ കുടുംബക്കാർ മാത്രമുള്ളൊരു പരിപാടിയാണ്. ഞാൻ നിങ്ങളെ ഞാൻ തിങ്കളാഴ്ച മാത്രമാണ് ക്ഷണിച്ചിട്ടുണ്ടായുള്ളൂ. അതിലെന്നെ കുറച്ച് സുഹൃത്തുക്കളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളിവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ വളരെ സന്തോഷം. എന്താ പറയുക, ഒരിക്കലില്ല, ചീത്തൊന്നുമില്ല. നമുക്ക് നിങ്ങളെല്ലാവരും എൻ്റെ ഗസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹൽദി എന്ന് പറഞ്ഞ പരിപാടി പ്ലാൻ ചെയ്തില്ല. എൻ്റെ ഉമ്മ 2 ദിവസം മുമ്പ് പറഞ്ഞ പരിപാടിയാണ് ഇങ്ങനെ മഞ്ഞ ഡ്രസ്സ് ഇടണം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പെട്ടെന്ന് മഞ്ഞ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ എൻ്റെ കസിൻസും എൻ്റെ കുടുംബക്കാരെല്ലാവരും മഞ്ഞ കളറൊക്കെ ഇട്ട് വന്നു. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയ കാര്യമാണ്. കാര്യം ഞാൻ ഈ ഹൽദി എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കോമൺ ആയി എല്ലായിടത്തും. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു പരിപാടി പ്ലാനിങ് ഒന്നുമില്ലല്ലോ. അത് പെൺകുട്ടികൾക്ക് ഈ പറയുന്ന മെഹന്തി ഫംഗ്ഷനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഹൽദി എന്നതിന് ആണിൻ്റെ കല്യാണത്തിന് ഞാൻ ഇതായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല. കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര എനിക്ക് എൻ്റെ തന്നെ ഒരു പരിപാടി ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര കാര്യം. ഇതെല്ലാം 2 ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത കാര്യമാണ്, അല്ലാതെ വലിയ പരിപാടിയൊന്നുമില്ല. നിങ്ങളും ഇത് അറിഞ്ഞ് എങ്ങനെ എത്തിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. വളരെ സന്തോഷം വന്നതിൽ താങ്ക് യു. അപ്പോൾ എന്തായാലും 25-ാം തീയതിയാണ് മെയിൻ പരിപാടി. നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും വരിക, സഹകരിക്കുക, ഭക്ഷണം കഴിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരും വേണം. കാര്യം പിന്നെ ഞാൻ പറയണതിന് അവിടെ ഒരുപാട് ഉമ്മ അതിൽ പോകും, അത് പോകാൻ പറ്റൂലേ? അത് ഒരു ഉമ്മ. അപ്പോൾ എല്ലാവരും വരണം. കല്യാണത്തിന് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ എല്ലാ ആളുകളും വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആരും മാറ്റിയിട്ടൊന്നുമില്ല. ആരെയും ഞാൻ അങ്ങനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. എല്ലാ ആളുകളെയും എൻ്റെ കല്യാണം പരിചയമുള്ള എല്ലാവരും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ആണ് കൂടുതൽ വിളിച്ചേക്കുന്നത്. പിന്നെ അറിയുന്നവരെ, പിന്നെ എന്നോട് ഇപ്പോൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് ഇങ്ങോട്ട് എന്നെ കല്യാണം വിളിക്കണമല്ലോ എന്ന് ചോദിച്ചാൽ വിളിച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലാണ്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെയുള്ള എല്ലാ ആളുകളെയും കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള സ്റ്റാർ മാജിക്കിൽ അങ്ങനെയുള്ള സിനിമയിൽ അവരെങ്കിൽ കുറച്ച് വലിയ നടനായിട്ടില്ല. അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് നടന്മാരെ വിളിച്ചിട്ടുണ്ട്. അവർ വരുമെന്ന് സിനിമ നിങ്ങൾക്കറിയാലോ, നമ്മൾ സ്വന്തം അനിയൻ്റെ കല്യാണം പോലും കൂടാൻ പറ്റാത്ത നടന്മാരും നടിമാരൊക്കെ ഇൻഡസ്ട്രിയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ കല്യാണത്തിന് എത്താൻ പറ്റില്ല, കാര്യം ഷൂട്ടിങ്ങാണ്, എല്ലാവർക്കും നമ്മുടെ പാഷനാണല്ലോ. എന്തായാലും അടിപൊളിയാക്കണം എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വരിക. സേവ് ദ ഡേറ്റ് അങ്ങനെ രീതിയിൽ ഒരു പ്ലാൻ ചെയ്ത് ഹോൾഡ് ദ ഡേറ്റ് നന്നായിട്ടുണ്ടായിരുന്നത്. സേവ് ദ ഡേറ്റ് അല്ലേ, ഹോൾഡ് ദ ഡേറ്റ് അത് നന്നായിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ ഞാനത് പ്ലാൻ ഉണ്ടായില്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഡിസൈനർ, അവരാണ് സഡൻലി കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു. ഒന്നുമില്ല ബ്രോ, ഞാൻ ഒരു ഷർട്ടും പാൻറ്റിൽ ഇട്ടായിരുന്നേ. എൻ്റെ വൈഫാണെങ്കിൽ ഒരു നോർമൽ ഒരു ഡ്രസ്സ്. അത് അങ്ങനൊരു ഞാൻ ആക്ച്വലി എന്താ അറിയോ, ഞാനത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ആളുകൾ പറയും ആരെ അറിയിക്കാതെ കല്യാണം കഴിച്ചു എന്നൊരു ചർച്ച. ഹോൾഡ് ദ ഡേറ്റ് എന്നാക്കി എന്ന് പറഞ്ഞാൽ സേവ് ദ ഡേറ്റ് മാറിയിട്ട് അവളെ ഞാനിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഹോൾഡ് ദ ഡേറ്റ് ആക്കി, അത്രയുള്ളൂ. അല്ലാതെ ഒരു ഞാൻ എല്ലാവരും എൻ്റെ സുഹൃത്ത് സർക്കിളിൽ എല്ലാവരോടും എൻ്റെ കല്യാണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരെ മൊത്തം കല്യാണം അറിയിക്കണമെന്ന് നിർബന്ധമില്ല. എൻ്റെ കല്യാണം എനിക്കിഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഞാനതുകൊണ്ട് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്തു. നല്ല റെസ്പോൺസ് ആണ്, ഒരുപാട് പേര് റെസ്പോണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ നെഗറ്റീവ് ഒന്നും എടുക്കാറില്ല, പോസിറ്റീവ് മാത്രം എടുക്കാറില്ല. നെഗറ്റീവ് പറയുന്ന ആളുകൾ ജീവിതകാലം മൊത്തം നെഗറ്റീവ് കണ്ടിരിക്കും. നമ്മളവരെ തിരുത്താനൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ സന്തോഷമുണ്ട്.